മനുഷ്യനെ നന്നാക്കുവാനുള്ള നല്ല കഥകളൊക്കെ ഉള്ളതാണ്. Now, so as Mr. Johnson left the room, ജോൺസൺ സാറ് ക്ലാസ് വിട്ട് പോയപ്പോൾ he left 15 students thinking in their mind what to do and what to believe. അപ്പോൾ അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം 15 കുട്ടികളെ എന്ത് ചെയ്യണം എന്ത് വിശ്വസിക്കണം എന്ന ഒരു അങ്കലാപ്പിൽ വിട്ടേച്ചു പോയി. Evolution or creation? പരിണാമമോ സൃഷ്ടിത്വമോ? But now today we know that the Bible is the truth. പക്ഷേ നമുക്കിന്നറിയാം ബൈബിൾ സത്യമാണ്. And Jesus is true. യേശു സത്യമായ ഒരു വ്യക്തിയാണ്. And whatever Jesus said, it matters the most. യേശു പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. അത് വളരെ അംഗീകാരമുള്ളതാണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാവും. Let's read a verse, Matthew 22. Matthew 22. ഒരു വാക്യം വായിക്കാം. മത്തായി 22 Matthew 22:21. മത്തായി 22:21 എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും എന്ന് അവൻ അവരോട് പറഞ്ഞു. Here now is the question that why did Jesus say this? അപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ട് യേശു ഇതിങ്ങനെ പറഞ്ഞു? We can see when we read from Matthew 22:15-22. നമുക്ക് അത് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് മത്തായി 22:15 തൊട്ട് 22 വരെ വായിക്കാം. So would you please read Matthew 22:15-22? അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കുറിക്കുന്നതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോട് കൂടെ അവന്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവൻ ആകയാൽ ആരെയും ശങ്കയില്ലാത്തവനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണമെന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കരത്തിനുള്ള നാണയം കാണിക്കുവാൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപവും മേലെടുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുകയും എന്ന് അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പോയി കളഞ്ഞു. You know that our Prime Minister Umman Chandi നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. Media is so on following him so that they might find one clue. അദ്ദേഹത്തെ നമ്മുടെ സോഷ്യൽ മീഡിയകളെല്ലാം പിന്തുടരുന്ന ഒരു ക്ലൂ കണ്ടുപിടിക്കും, ഒരു പഴുത് കണ്ടുപിടിക്കും. So they can find something wrong in him. അദ്ദേഹത്തിൽ എന്തെങ്കിലും തെറ്റോ കളങ്കമോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കും. So here we can see Pharisees. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും പരീശന്മാർ was trying to question Jesus and put him in a trap. ഇവിടെ പരീശന്മാർ യേശുവിനെ ചോദ്യം ചെയ്ത് യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു. But Jesus knew their thoughts. എന്നാൽ യേശുവിന് അവരുടെ വിചാരങ്ങളെ അറിയാമായിരുന്നു. So Jesus said that give whatever has the image of Caesar carved on it to Caesar and to God what is God's. ഓക്കെ, അപ്പോൾ സീസറിന്റെ മേലെടുത്തും സ്വരൂപമുള്ളത് സീസറിന് കൊടുക്കുകയും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുകയും എന്ന് യേശു പറഞ്ഞു. Many don't give the importance to what Jesus is trying to speak here. അധികവും ഇവിടെ യേശു എന്താണ് പറയുന്നത് എന്ന് ആരും നോക്കാറില്ല. Each word that Jesus said had a specific meaning. യേശു പറഞ്ഞ ഓരോ വാക്കിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. Manner and matter is most important in the speech. നാം സംസാരിക്കുമ്പോൾ നമ്മുടെ രീതിയും വിഷയവുമാണ് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത്. The way we speak and what we speak is the most important. Is also നാം എങ്ങനെ സംസാരിക്കുന്നു, നാം എന്ത് സംസാരിക്കുന്നു, അതാണ് പ്രാധാന്യം. So we can see here that Jesus said, "Give to God what is God's for a purpose." ഇപ്പോൾ യേശുവിടെ പറഞ്ഞത് ദൈവത്തിന് ഉള്ളത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞതിന് ഒരു കാരണമുണ്ട്. Jesus acts here as a doctor. യേശു ഇവിടെ ഒരു ഡോക്ടറെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. Who gives the right medicine at the right amount of dosage. അദ്ദേഹം കറക്റ്റ് മെഡിസിനും കറക്റ്റ് അളവിലാണ് കൊടുക്കുന്നത്. And let's read one more verse, Romans 13:7. ഒരു വാക്യം വായിക്കാം. റോമർ 13:7.
കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. We know that tax is due to tax collectors. ടാക്സ് ചുങ്കം പിരിവുകാർ കൊടുക്കേണ്ടതാണ്. Custom is due for government. നികുതി ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്. Then to whom is honor and fear due? ഭയവും മാനവും ആർക്കാണ് കൊടുക്കേണ്ടത്? God himself. ദൈവം. We can see that when we fear God, he reacts. നാം ദൈവത്തെ ഭയപ്പെടുമ്പോൾ അദ്ദേഹം നമുക്ക് പ്രതിഫലം തരും. To every reaction there is a to every action there is a reaction. This is the law of motion and effect. എല്ലാ പ്രവർത്തിക്കും ഒരു പരിണിതഫലമുണ്ട്. അതാണ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട്. So when we fear God, God gives back. നാം ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കും. Let's read a verse, Proverbs 10:37. Proverbs 10:27. സദൃശം 10:27. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. We can see here that fear of the Lord lengthens our days. ദൈവഭയം നമ്മുടെ ആയുസ്സിനെ കൂട്ടുന്നു. This is the blessing we get when we fear God. ഇതാണ് നാം ദൈവത്തെ ഭയപ്പെടുമ്പോഴുള്ള നമ്മുടെ അനുഗ്രഹം. And when we honor God, we can see in Psalm 2:30. നാം ദൈവത്തെ മാനിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? 1 Samuel 2:30. 1 ശമൂവേൽ 2:30. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നത് നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകുകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കനാകും. Here we can see God honors us when we honor God. നാം ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കും. This is the blessing we get. അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന അനുഗ്രഹം. But what does God really want from us? എന്നാൽ ദൈവം നമ്മിൽ നിന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താണ്? Not something of the flesh, ജഡമല്ല, or from the earth. ഭൗമികവുമല്ല. He does not want our gold and silver. Hebrews 2:8. നമ്മുടെ സ്വർണ്ണവും വെള്ളിയല്ല ദൈവത്തിന് ആവശ്യം. ഹഗ്ഗായി 2:8. ഹഗ്ഗായി മത്തായി ഹഗ്ഗായി ആർക്കും കിട്ടിയില്ല. ഹഗ്ഗായി വെള്ളി എനിക്കുള്ളത് പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. Here we can see gold and silver is the Lord. ഇവിടെ കാണുന്നത് വെള്ളിയും സ്വർണവും ദൈവത്തിനുള്ളതാണ്. So God does not need gold or silver from us. അപ്പോൾ ദൈവത്തിന്റെ സ്വർണവും വെള്ളിയും നമ്മുടെ കയ്യിൽ നിന്നുമല്ല. He wants something that has his image carved on. ദൈവത്തിന്റെ ആവശ്യം ദൈവത്തിന്റെ സ്വരൂപമുള്ളതാണ്. So let's read a verse, Genesis 1:27. ഉൽപ്പത്തി 1:27. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. Here we can see what is made in God's image. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട എന്താണ്. We as human beings are made in God's image. നാം മനുഷ്യരായിരിക്കെ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. So we must submit ourselves as living sacrifices to God. അതുകൊണ്ട് നാം നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവത്തിന് അർപ്പിക്കണം. He wants us to be his messengers to the world. ദൈവത്തിന്റെ ആഗ്രഹം നാം അവന്റെ സന്ദേശവാഹകരായിട്ട് ലോകത്തിലേക്ക് പോകണമെന്നാണ്. The mission of a messenger is to share the message whether it is good or bad. ഒരു സന്ദേശവാഹകന്റെ ഉത്തരവാദിത്തം എന്നത് ആ സന്ദേശം അറിയിക്കണം. അത് നല്ല സന്ദേശമാണെങ്കിലും തീയതാണെങ്കിലും അത് അറിയിക്കണം. Whether they accept it or not. അത് അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. As we can see postmen, നമുക്ക് നോക്കാം. പോസ്റ്റ്മാൻ. They just deliver the message.
അവർ മെസ്സേജ് കൊടുക്കുന്നേ ഉള്ളൂ, അത് സന്ദേശം കൊടുക്കുന്നേ ഉള്ളൂ. So if it is a electric bill, we can scream at the postman. അതൊരു ഇലക്ട്രിക് ബില്ലാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ലാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മാന്റെ നേരെ ഒച്ച വെക്കാൻ പറ്റത്തില്ല. Because it is not his fault. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല. It is our fault that we turned on our lights when we left home. ഇത് നമ്മുടെ കുറ്റമാണ്, നാം വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോയി. So it is not whether he accepts it not, but the most important thing is that we speak. ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം എന്നത് നാം അത് അറിയിക്കണം. God is raising up a spiritual army. ദൈവം ഒരു ആത്മീയ പട ഉയർത്തുകയാണ്. And whoever is not with God is against God. ദൈവത്തിന്റെ കൂടെ അല്ലാത്തവൻ ദൈവത്തിന്റെ എതിരാണ്. So we can see from the Bible what happened to those who rebelled against God. നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാൻ സാധിക്കും ദൈവത്തെ എതിർത്തവരുടെ ഗതി. And we don't want that to happen to us. അത് നമുക്ക് സംഭവിക്കാൻ പാടില്ലെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. So as we live here today, let's give what God really wants. അപ്പോൾ നാം ഇവിടെ ഇന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നമുക്ക് ദൈവത്തിന് കൊടുക്കാം. And sign the application that we are entering the army of God. ദൈവത്തിന്റെ സൈന്യത്തിലുള്ളതിന്റെ സൈന്യത്തിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക്